ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല ഗ്രീൻ കളറിലുള്ള ഒരു പുഡിങ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ട് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ ഇത് ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തപ്പോൾ നല്ല അപ്പം പോലെ ഇരിക്കുന്നു. അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ഷേപ്പ് തന്നെ ആയിട്ട് ഇരുന്നിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് തവ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയപ്പോൾ ഈ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു കട്ട കുഞ്ഞു കുഞ്ഞു കട്ട പോലെയൊക്കെ ആയിരിക്കുന്നത്, അത് കുഴപ്പമില്ല. അപ്പോൾ തിളച്ച് വരുമ്പോൾ റെഡി ആവും കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അരിപ്പൊടി പാലിൽ മിക്സാക്കിയത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റൗക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുക്കാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു അരിപ്പൊടി വേവുന്ന ഇതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സ്റ്റൗ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പരന്നൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കമത്തിയാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ്ട് അപ്പോൾ ഞങ്ങൾ മുഴുവനായിട്ട് കഴിക്കാൻ എടുക്കുന്നില്ല. മോൾക്ക് സ്കൂൾക്ക് സ്നാക്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്ത ഒരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് കമത്തിയിട്ട് കട്ട് ചെയ്ത് കാണിക്കാവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഏതായാലും ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നടുഭാഗത്തുനിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി മെല്ലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താവുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കോരി എടുത്തപ്പോഴുള്ളൊരു മിസ്റ്റേക്കാണ്. താങ്ക് യു.